ഒരു വർഷത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, മാസങ്ങൾക്കപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഏതൊക്കെ നിലയിൽ ജനവിധി പോകുമെന്നതിൻ്റെ ഒരു സൂചനയായി വേണമെങ്കിൽ നിലമ്പൂരിനെ കണക്കാക്കാം. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോണിലെ ശ്രീ ജയശങ്കർ, വളരെ ഒരുപക്ഷെ ഇതുണ്ടാകുമോ എന്നൊരു കൺഫ്യൂഷനിലൊക്കെ നിൽക്കുകയാണ്. തീയതി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ജൂൺ 19 നിലമ്പൂർ വിധി എഴുതും. വലിയ ചർച്ചകൾ, മുന്നണികൾ ശക്തി പ്രകടനമൊക്കെ ആക്കി കണക്കാക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അങ്ങ് എങ്ങനെ കാണുന്നു? ഇതുവരെ ഉണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ അതാത് മുന്നണികൾ നിലനിർത്തുകയാണ് ചെയ്തത്. തൃക്കാക്കരയും പുതുപ്പള്ളിയും UDF നിലനിർത്തി. അതുപോലെ ചേലക്കര മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF നിലനിർത്തി. ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ നിലനിർത്തുന്ന പാരമ്പര്യമാണ് കണ്ടത്. പിന്നെ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും UDF വിജയിച്ചു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരുപക്ഷെ ഒരു ടൈ ബ്രേക്കിലേക്ക് പോയേക്കാം. കാരണം LDFന്റെ ഒരു സിറ്റിംഗ് സീറ്റാണ് തത്വത്തിലെങ്കിലും നിലമ്പൂർ. അവിടെ കോൺഗ്രസ് വളരെ ശക്തമായ രീതിയിൽ തിരിച്ചുവരവ് നടത്താനുള്ള സാധ്യതയുണ്ട്. UDF വലിയ വിജയപ്രതീക്ഷ വച്ചു പുലർത്തുന്ന ഒരു മണ്ഡലമാണ്. UDFന്റെ പരമ്പരാഗത മണ്ഡലമായിരുന്നു. ആര്യാട് മുഹമ്മദിന്റെ ഒരു കോട്ടയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ശേഷമാണ് കോൺഗ്രസ്സുകാരൻ തന്നെയായ അൻവർ LDF ടിക്കറ്റിൽ മത്സരിച്ച് 2 തവണ അവിടെ വിജയിച്ചു. അപ്പൊ അൻവർ തന്നെയും UDFന്റെ പാളയത്തിൽ എത്തിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക സവിശേഷ സാഹചര്യത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്താണെങ്കിലും അത് സർക്കാരിന്റെ കെട്ടുറപ്പിനെ ബാധിക്കാൻ പോകുന്നില്ല. കാരണം LDF സർക്കാരിന് വ്യക്തമായ ഭൂരിപക്ഷം നിയമസഭയിലുണ്ട്. കൂടാതെ 6 മാസത്തിനകത്ത് നമുക്ക് ലോക്കൽ ബോഡി ഇലക്ഷനും അതിനുശേഷം പിന്നെ ഒരു 3 മാസത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പൊ ഈ 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് നടക്കാൻ പോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന പ്രാധാന്യമാണ് ഇതിനുള്ളത്. അടുത്ത ജയശങ്കർ, ഇത് ആർക്കെളുപ്പമായിരിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? 2700 വോട്ടിന് മാത്രം മാർജിൻ എന്ന് ഞങ്ങൾ തുടക്കം മുതൽ പറയുകയായിരുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയേക്കാം. ഒരു ഘട്ടത്തിൽ PV അൻവറിന് മുഴുവൻ സംഘടനാ സംവിധാനത്തിന്റെയും പിന്തുണ LDFൽ നിന്ന് കിട്ടിയിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ആ വോട്ട് വ്യത്യാസത്തിലെങ്കിലുമുള്ള വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ചാലകശക്തി എന്ന് പറയുന്നത്. ഇപ്പോൾ പക്ഷേ അതേ കയ്യും മെയ്യും മറന്നുള്ള പോരാട്ടം ജയിക്കുക എന്നതിനപ്പുറത്ത് അൻവറിനെ തോൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഘടകം കൂടി ഉണ്ടായിരിക്കില്ല LDFന്റെ മനസ്സിൽ? തീർച്ചയായിട്ടും LDFനെ സംബന്ധിച്ചുള്ള അഭിമാന പോരാട്ടമാണ്. അവരെ സംബന്ധിച്ചുള്ള ജയിക്കേണ്ട അത്യാവശ്യമാണ്. UDFനെ സംബന്ധിച്ചുള്ള തോൽക്കാൻ നിവൃത്തിയില്ല. കാരണം PV അൻവർ ഇപ്പുറത്തേക്ക് വന്നിട്ട് പോലും ജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആര്യാടന്റെ കോട്ടയായിരുന്ന എല്ലാ സാമുദായിക രാഷ്ട്രീയവാക്യങ്ങളും അനുകൂലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പൊ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ UDF തോൽക്കുക, പ്രത്യേകിച്ച് ഈ ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പായിട്ട് തോൽക്കുക എന്ന് പറഞ്ഞത് UDFനെ സംബന്ധിച്ചുള്ള അചിന്ത്യമാണ്. LDFനെ സംബന്ധിച്ചുള്ള സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുന്നു. മാത്രമല്ല PV അൻവർ ഒരു രാഷ്ട്രീയ ശക്തിയാണെന്ന് അവർ അംഗീകരിക്കേണ്ടി വരും. അൻവർ വെറുതെ മുന്നണി വിട്ടു പോകല്ലേ. അദ്ദേഹം സർക്കാരിനും മുഖ്യമന്ത്രിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും പോലീസിനും എതിരെ വലിയ വിമർശനം അയച്ചുവിട്ടിട്ടാണ് പോയത്. ഇതുവരെ ആരും പറയാത്ത രീതിയിൽ പിണറായി വിജയനെ ഒരു സംഘപരിവാർ ചാപ്പ വരെ കുത്തിയിട്ടാണ് അൻവർ പോയത്. അപ്പൊ അൻവർ പോയ സ്ഥിതിക്ക് അൻവർ രാഷ്ട്രീയത്തിലൊന്നുമല്ല, അൻവർ പോയാലും ഒന്നുമില്ല എന്ന് വരുത്താനുള്ള ഒരു ശ്രമമാണ് LDFന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രാധാന്യം കൈവരുന്നത്. അല്ലാതെ ഒരു കേവല നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതല്ല. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ ഞങ്ങളോട് പ്രതികരിച്ചതിന്.